ഓൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് കുറേ കൂട്ടുകാരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ത് ഗ്ലൂ ആണ്, എന്ത് വാർണിഷാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കമൻറ്റിൽ മറുപടി പറഞ്ഞെങ്കിലും കുറേ പേർക്ക് പിന്നെയും ഡൗട്ട്. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാതും ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ബോട്ടിൽ ആർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്ലൂകളും കാര്യങ്ങളും അതുപോലെ എല്ലാ സംഭവങ്ങളും കാണിക്കാം കേട്ടോ. ഇതാണ്, ഇത് ഫാബ്രിക് ഗ്ലൂ ആണ്. നോർമലി നമ്മളിത് ഫാബ്രിക്കിലെ തുണികളിലാണ് ഈ ഒരു ഫാബ്രിക് ഗ്ലൂ നമ്മൾ യൂസ് ചെയ്യുക. നമ്മുടെ ഡ്രസ്സസിലൊക്കെ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതും ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ചെയ്യാം, നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാം. ഞാനപ്പോൾ ഒരു ഡെക്കോ പേജ് പോലെ ചെയ്തിട്ടുണ്ട് തുണി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ ഈ ഒരു ഗ്ലൂ ആണ് യൂസ് ചെയ്തത്. പിന്നെ ഇത് സ്കൂൾ ഗ്ലൂ ആണ് കേട്ടോ. ഇത് സ്കൂൾ ഗ്ലൂ ആണ്, പക്ഷേ ഈ ഒരു ഗ്ലൂ കഴിഞ്ഞു. അതായത് സ്കൂൾ ഗ്ലൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ യൂസ് ചെയ്യില്ല, അത് ആണ് കേട്ടോ. കഴിഞ്ഞിട്ട് അതിൽ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആ ഗ്ലൂ ഏതാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു ഗ്ലൂ ആണ് ഞാൻ ആ ബോട്ടിലോട്ട് ഫിക്സ് അല്ല കേട്ടോ, ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ബുൾ ബോണ്ട് എന്ന് പറഞ്ഞ ഗ്ലൂ ആണ്. ഇത് നമ്മുടെ ഫെവിക്കോളിൻ്റെ തന്നെയുള്ള പിഡിലൈറ്റ് ബ്രാൻഡിൻ്റെ തന്നെ ആണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് കണ്ടോ, പിഡിലൈറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഇത് തന്നെയാണ്. അപ്പം ഞാൻ ഈ ഗ്ലൂ കൊണ്ടുവന്നിട്ട് നാട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇത് ഏകദേശം ഒരു 4 വർഷത്തോളം ആയിട്ടുണ്ട് ഈ ഒരു ഗ്ലൂ ഞാൻ മേടിച്ചു കൊണ്ടുവന്നിട്ട് ഈ ഒരു പാക്കറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോർമലി നമുക്ക് ചെയ്യുമ്പോൾ ഇത് നോർമൽ ഫെവിക്കോളിനേക്കാളും കുറച്ചുകൂടെ കട്ടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് ആക്കി, ഇങ്ങനെ കണ്ടില്ലേ നേരത്തെ ആ സ്കൂൾ ഗ്ലൂവിൻ്റെ ബോട്ടിലുണ്ടല്ലോ അതിലോട്ട് ആക്കിയിട്ട് ഞാൻ വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നെറ്റിപ്പട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ജസ്റ്റ് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇതുപോലെ ഒട്ടിച്ച് ഇതുപോലെ ഒരു ബോക്സിലാക്കി എടുത്തു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നില്ല, ഫെവിക്കോൾ ആയാലും യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഈ ഒരു ഗ്ലൂ ഉണ്ടാവും. അപ്പോൾ ഫെവിക്കോൾ ആയാലും ഓക്കെ. ഇപ്പോൾ ഇതാണ് 2 ഗ്ലൂ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ഫെവി ബോണ്ടാണ്. ഇത് നമുക്ക് ഒരു ഹാർഡ് ഗ്ലൂവിൽ പെട്ട ഒരു ഗ്ലൂ ആണ് കേട്ടോ. അതായത് നമ്മൾ പെട്ടെന്ന് സ്റ്റിക്ക് ആവാനാണ്. പിന്നെ ഇത് സ്റ്റിക്ക് ഫാസ്റ്റ് ആണ്. സാധാരണ നമ്മൾ പറയില്ലേ സൂപ്പർ ഗ്ലൂ, അതന്നെ സൂപ്പർ ഗ്ലൂ ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു 2 ബ്രാൻഡ് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ളതാണ്. ഫെവി ബോണ്ടും ബുൾ ബോണ്ടും മാത്രമാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ സൗദിയിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ ഗ്ലൂ ഗണ്ണാണ്. ഈ ഗ്ലൂ ഗണ്ണിൽ നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് ഉണ്ട്. ഈ സ്റ്റിക്ക് ഇട്ടിട്ടാണ് ഈ ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പവർ കൊടുക്കുകയാണ് ചെയ്യുക. അതായത് കറണ്ടിൽ കുത്തി കൊടുക്കുമ്പോൾ ഇതിൽ കൂടെ നമുക്ക് ഗ്ലൂ വരികയാണ് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റിക്ക് മെൽറ്റായിട്ട്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് ഇതുപോലെ നമുക്ക് കവറിൽ ഇങ്ങനെ മേടിക്കാൻ കിട്ടും പാക്കറ്റിൽ. ഈ ഗ്ലൂ ഗൺ എവിടെ നിന്നാണ് മേടിച്ചതെന്ന് കുറേ കൂട്ടുകാർ ചോദിച്ചു. ഇത് ഞാനിവിടെ സൗദിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ മേടിച്ചത്. എനിക്കിതിവിടെ ക്രാഫ്റ്റ് ഷോപ്പിലാണ് കിട്ടിയത്. അതായത് നമ്മൾ പെയിൻറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയുള്ള ഷോപ്പുകളുണ്ട്. അധികം കുട്ടികളുടേതായ ക്രാഫ്റ്റ് ബുക്കുകൾ, ആർട്ട് ബുക്കുകൾ, പെയിൻറ്റ് അങ്ങനെയൊക്കെയുള്ള ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഷോപ്പുകളിൽ നിന്നാണ് ഈ ഒരു ഗ്ലൂ ഗൺ ഞാൻ മേടിച്ചത്. ഗ്ലൂ സ്റ്റിക്കും ഞാൻ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഈ ഗ്ലൂ സ്റ്റിക്കിന് കണ്ടോ ഇതുപോലെ സ്റ്റിക്കായിട്ടാണ് ഇതിൽ എഴുതിയിട്ടുണ്ടാവും ഗ്ലൂ സ്റ്റിക്കെന്ന്. പിന്നെ ഇതിന് സൈസ് ഉണ്ട് കേട്ടോ. ഓരോ ഗ്ലൂ ഗണ്ണിനും സൈസ് അനുസരിച്ചിട്ടാണ് ഗ്ലൂ സ്റ്റിക്ക് മേടിക്കേണ്ടത് കേട്ടോ. അത് നിങ്ങൾ മറക്കാതെ ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്ലൂ സ്റ്റിക്ക് ഓരോന്ന് കഴിയുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഓരോ സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മെൽറ്റായിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്തെടുക്കാം. പിന്നെ നാട്ടിൽ എവിടെയാണ് ഗ്ലൂ ഗൺ കിട്ടാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ. ശരിക്കും ഞാൻ നാട്ടിലെ ഗ്ലൂ ഗണ്ണിന് അന്വേഷിച്ചിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് സൗദിയിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. മിക്കതും നമ്മുടെ ക്രാഫ്റ്റുകൾ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്റ്റോൺസും അങ്ങനെയൊക്കെ കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ ഫെജി എന്ന് പറഞ്ഞ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. തൃശ്ശൂർ ഫെജി ഷോപ്പിലൊന്ന് ചോദിച്ചു നോക്കുക. അപ്പോൾ അവർ പറഞ്ഞുതരും എവിടെയാണ് കിട്ടാമെന്ന് കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ ആമസോണിലൊക്കെ കിട്ടും കേട്ടോ. ഫ്ലിപ്കാർട്ട്, ആമസോണിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വാർണിഷാണ്. ഇതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാർണിഷ്. സഫ ഷൈൻ എന്നാണ് പേര്. ഇത് നോർമൽ വുഡ് വാർണിഷാണ് കേട്ടോ. ഇതും ഞാനിവിടെ സൗദിയിൽ നിന്ന് തന്നെ മേടിച്ചിട്ടുള്ളത് വാർണിഷാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറച്ച് വാർണിഷ് യൂസ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നോർമൽ വുഡ് വാർണിഷാണ് കേട്ടോ, പ്ലെയിൻ ആയിട്ട് ട്രാൻസ്പെറൻറ്റ് വുഡ് വാർണിഷാണ്. അപ്പോൾ ഇതാണ് ഇതിന് മുന്നേ ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് നാട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടിട്ടുള്ളതാണ്. ഇത് സ്ലീക്കാണ്, ഏഷ്യൻ പെയിൻസിൻ്റെ ആണ് ഒന്ന്. ഇത് ഒന്ന് ഇൻഡിക്കോടെയാണ്. സ്ലീക്ക് വാർണിഷ് എന്ന് പറഞ്ഞിട്ട് മേടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞാൽ മതി നമ്മളുടെ
വുഡിൻ്റെ വാർണിഷ് പറഞ്ഞാൽ മതി, ട്രാൻസ്പെറൻ്റ് ആയിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അവർ അത് എടുത്തു തന്നോളും. അപ്പോൾ അവരിങ്ങനെ കാണിക്കുമ്പോൾ ഇപ്പോൾ സ്ലീക്കാണ് ഞാൻ മേടിച്ചിട്ടുള്ളതിൽ എപ്പോഴും എനിക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. പിന്നെ ചില വാർണിഷുകളുണ്ട്, എന്താണ് മഹാഗണിയോ അങ്ങനെ ഡാർക്ക് കളർ വുഡുകൾക്കുള്ള വാർണിഷിന് കുറച്ച് ഡാർക്ക് കളർ ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങനത്തെ വാർണിഷ് വേണ്ട. അതല്ലാത്തുള്ള വാർണിഷ് ടീക്ക് വുഡ് ഉണ്ടല്ലോ, ടീക്ക് വുഡിന് അടിക്കുന്ന വാർണിഷ് ഒന്ന് ചോദിച്ച് മേടിച്ചാൽ മതി കേട്ടോ. അപ്പം അധികം റേറ്റ് ഒന്നുമില്ല. ഈ വാർണിഷിന് കണ്ടില്ലേ 70-64 അത്രയൊക്കെ ഉള്ളൂ, ഇത്ര പോകുന്ന ഈ ബോട്ടിലിന് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച് 64 റുപ്പീസും അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷേ ഇത് ഒരു വർഷം മുന്നേ മേടിച്ചതാണ്, അത് ഫുള്ളായിട്ട് കഴിഞ്ഞു. നാട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടെന്നാണ് കേട്ടോ. നാട്ടിൽ നമുക്ക് പെയിൻറ് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതിന് അത്രേ റേറ്റ് ആയിട്ടുള്ളൂ. മറ്റേതിന് ഒരു 20 റിയാലാണ്. പിന്നെ യൂസ് ചെയ്യുന്നത് മോഡ് പോഡ്ജ് ആണ്. ഇത് മോഡ് പോഡ്ജ് നമുക്ക് ഗ്ലൂ ആയിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വാർണിഷ് ആയിട്ടും യൂസ് ചെയ്യാം. മെയിൻലി നമ്മളിത് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ക്ലോത്ത് സംബന്ധമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെക്കുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യുക കേട്ടോ. അതായത് ഡെക്കോപ്പേജ് ആർട്ടിനാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതൊരു ബോട്ടിലാർട്ടിൽ നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാർണിഷുകൾ. ഇനി നമ്മുടെ പെയിൻറ്റുകൾ നോക്കാം. ഇത് നമ്മുടെ ആക്രിലിക് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് നോർമലി മക്കൾക്കൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി മേടിക്കുന്ന ടൈപ്പ് കളേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ട്യൂബാണ്, പക്ഷെ അത്ര നല്ലൊരു കളറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അത്ര അധികം ലാസ്റ്റ് ചെയ്യാറില്ല. ഇത് ഇവിടെ തന്നെ ഒരു ഏതോ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പെയിൻറ്റുകൾ ഇതൊക്കെയാണ്. ഇതിൽ ട്യൂബുകളൊന്നും നമ്മൾ ഇതിനു വേണ്ടി ബോട്ടിലാർട്ടിന് വേണ്ടി യൂസ് ചെയ്യാറില്ല കേട്ടോ. അതൊക്കെ അക്രിലിക് കളേഴ്സാണ്. അത് കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള കാമലിൻ്റെ ആണ് കേട്ടോ. ഇതാണ് നമ്മൾ ബോട്ടിലാർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫെവിക്രിലിൻ്റെ തന്നെ അതുപോലെ തന്നെ കാമലിൻ്റെയും കളറുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അധികവും ഇത് കണ്ടോ 2 കളേഴ്സാണ്, അധികം ഫെവിക്രിലിൻ്റെ കളേഴ്സാണ് കേട്ടോ. ഫെവിക്രിലിൻ്റെ ഫാബ്രിക് കളേഴ്സ് അല്ലെങ്കിൽ ആക്രിലിക് കളേഴ്സ് ആണ് കേട്ടോ. രണ്ടും കൂടെ പറയുമ്പോൾ തെറ്റിപ്പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത്. അധികം കളേഴ്സും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് കളേഴ്സൊക്കെ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പെയിൻറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, ടെമ്പറ പെയിൻറ്റ് എന്ന് പറഞ്ഞ പെയിൻറ്റ് ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലേക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മേടിച്ച് വെച്ചാണ് ഇപ്പോൾ ബോട്ടിലിന് യൂസ് ചെയ്യുന്നത്. ക്ലേയിൽ പക്ഷേ വർക്കാവുന്നില്ല കേട്ടോ. ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലൂവും വാർണിഷും അതുപോലെ തന്നെ പെയിൻറ്റുകളും ഒക്കെ കേട്ടോ. പിന്നെ നമ്മൾ ബോട്ടിലാർട്ടിൽ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്രാഫ്റ്റിൻ്റെതായ എല്ലാ മെറ്റീരിയൽസും ബോട്ടിലാർട്ടിൽ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്ലൂകളും അതുപോലെ തന്നെ പെയിൻറ്റുകളും വാർണിഷ് അതൊക്കെ കേട്ടോ. അപ്പോൾ ചോദിച്ച എല്ലാ കൂട്ടുകാർക്കും ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെയും ഒരുപാട് ഐറ്റംസ് ക്രാഫ്റ്റിൻ്റെതായിട്ടുണ്ട്, ബോട്ടിലാർട്ടിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ കൂട്ടുകാർക്ക് അതൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ അതും ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഓൾറെഡി ഒരുപാട് വലുതായി, അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വാർണിഷിനെ പറ്റിയും പെയിൻറ്റിനെ പറ്റിയും ഗ്ലൂവിനെ പറ്റിയുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമായിരിക്കും. ബൈ ബൈ, താങ്ക് യു ഓൾ.